ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. രാജ്യത്തിന്റെ ആധുനിക അടിസ്ഥാന സൗകര്യ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലിന് തുടക്കം കുറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ 12,200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ 13 കിലോമീറ്റർ ഭാഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ മോദി നമോ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തു. രോഹിണിയിൽ കേന്ദ്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്യാധുനിക കെട്ടിടത്തിന്റെ തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിച്ചു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും കേന്ദ്ര വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. സ്വകാര്യ ഡേറ്റയുടെ സുരക്ഷ പൌരന്മാരുടെ അവകാശമാണെന്നും പൌരന്മാർക്ക് അവരുടെ ഡേറ്റയിൽ കൂടുതൽ നിയന്ത്രണം നൽകി ശാക്തീകരിക്കുക എന്നതാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. MyGov പ്ലാറ്റ്ഫോമിലൂടെ ഫെബ്രുവരി 18 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. HMP വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. HMPV പരിശോധന നടത്തുന്ന ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഇന്ത്യൻ വൈദ്യശാസ്ത്ര ഗവേഷണ സമിതി ഈ വർഷം മുഴുവൻ അവലോകനം നടത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഈ മാസം 8 മുതൽ ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കും. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9-ന് ഉദ്ഘാടനം ചെയ്യും. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ 414 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. 413 പോയിന്റ് വീതം നേടി തൃശൂരും കോഴിക്കോടും 2ാം സ്ഥാനത്തുണ്ട്. കലോത്സവവുമായി ബന്ധപ്പെട്ട് KSRTC സൗജന്യ ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഭക്ഷണവേദിയായ പുത്തരിക്കണ്ടം മൈതാനത്ത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാലിന്യമുക്തം നവകേരളം ജനകീയ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ നടത്തും. ജനുവരി 12 വരെയാണ് സർവേ. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പോർബന്ദർ വിമാനത്താവള റൺവേയിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടം. വന്യജീവി ആക്രമണങ്ങളിൽ ആശങ്കയുണ്ടെന്നും വന്യജീവികളെ കാട്ടിനുള്ളിൽ നിലനിർത്താനാവശ്യമായ ദീർഘകാല പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. നബാർഡ് സഹായത്തോടെ ആവശ്യമായ പദ്ധതികൾ വനം വകുപ്പ് ആവിഷ്കരിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ബോർഡർ ഗാവസ്കർ ക്രിക്കറ്റ് ട്രോഫി ഓസ്ട്രേലിയയ്ക്ക്. സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആകെ 32 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് പരമ്പരയുടെ താരം. ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ IG K സേതുരാമൻ ഇടുക്കി ചൊക്രമുടിയിൽ സന്ദർശനം നടത്തി. കയ്യേറ്റ ഭൂമിയിലെത്തിയ അദ്ദേഹം ആദിവാസി ഗോത്ര നേതാക്കളുമായി സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ നവീകരിച്ച മാവൂർ റോഡിലെ ശ്മശാന സമുച്ചയം സ്മൃതിപഥം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ശ്മശാന സമുച്ചയവും നവീകരിച്ച പഴയ സമുച്ചയവും ചേർന്നതാണ് സ്മൃതിപഥം. കണ്ണൂർ പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാൽ ഷട്ടർ റെഗുലേറ്റർ നാളെ രാവിലെ 9-ന് തുറക്കും. കനാൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്കായുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. മാർഗനിർദ്ദേശങ്ങൾ www.egrants.kerala.gov.in ലഭ്യമാണ്. തരിശുനിലങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് തൃത്താലയിൽ പദ്ധതിയുടെ ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള വനം ഭേദഗതി ബിൽ സംബന്ധിച്ച് പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, നിയമജ്ഞർ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിനെ അറിയിക്കാനുള്ള തീയതി ഈ മാസം 10 വരെ നീട്ടിയതായി മന്ത്രി AK ശശീന്ദ്രൻ. നിർദ്ദേശങ്ങൾ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക വിലാസത്തിലോ ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കാം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രതിഭ 2024 വനിതാ നേതൃത്വ വികസന ക്യാമ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ക്യാമ്പിലൂടെ വനിതകൾക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കാൻ കഴിയുമെന്നും അവർ ഭാവിയിലെ നേതാക്കളായി മാറുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന വയോ സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ തയ്യാറുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഓരോ ജില്ലയിലും ഒരു സ്ഥാപനം വീതം ആരംഭിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികൻ വീണു പരിക്കേറ്റു. പൂപ്പാറയിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന തമിഴ്നാട് സ്വദേശി 60-കാരനായ അന്തോണിക്കാണ് പരിക്കേറ്റത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.